7 വർഷം സമൃദ്ധിയുണ്ടാകുമെന്നും തുടർന്ന് 7 വർഷം ക്ഷാമമുണ്ടാകുമെന്നും ജോസഫ് അറിയിക്കുമ്പോൾ സമൃദ്ധിയുടെ 7 വർഷം വിളവിൻ്റെ 1/5 സൂക്ഷിച്ചു വെക്കാൻ ജോസഫ് ആവശ്യപ്പെടുകയാണ്. ഇതൊരു ആത്മീയ പാഠമാണ്. സാധാരണ നമ്മൾ ദൈവത്തോട് അടുക്കുകയോ ആത്മീയ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിലാണ്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോഴാണ്. കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തെ തേടുന്നത് ദുഃഖങ്ങളുടെ പേമാരി പെയ്യുമ്പോഴാണ്. ജോസഫിൻ്റെ ജ്ഞാനം നമുക്ക് വിലപ്പെട്ട ഒരു ഉപദേശം നൽകുന്നുണ്ട്. സമൃദ്ധിയുടെ കാലങ്ങളിൽ ശേഖരിച്ചു വെക്കണം, അപ്പോൾ ഞെരുക്കത്തിൻ്റെ കാലങ്ങളിൽ ഉപകാരപ്പെടും. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് നീങ്ങുമ്പോഴോ എല്ലാം സന്തോഷകരമായി ജീവിതത്തിൽ ലഭിക്കുമ്പോഴോ പ്രത്യേകിച്ച് വലിയ ഞെരുക്കങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുമ്പോഴോ ഒക്കെ ഒരുപാട് നേരം ആത്മീയ കാര്യങ്ങൾക്കായി കണ്ടെത്തുകയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനധ്യാനത്തിൻ്റെയും നിധി നിക്ഷേപങ്ങൾ വരും കാലങ്ങൾക്ക് വേണ്ടി കാത്തുവെക്കുകയും ചെയ്യും.